Hi dear students, welcome back to Xylem Learning. എല്ലാവർക്കും മക്കളെ ഒരു ഗുഡ് മോർണിംഗ്. അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കുന്നില്ലേ? എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഇതാ ഇങ്ങനെ പഠിച്ചു വരികയാണ്. ഓരോ ലൈവില് നമ്മൾ 2 ചാപ്റ്റേഴ്സ് വീതമാണല്ലേ നമ്മൾ പഠിക്കുന്നത്. സോ ഇന്നത്തെ ലൈവില് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്താണെന്ന് അറിയോ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിങ് ഡോക്യുമെന്റ്. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രിയിൽ നമ്മളെ എല്ലാ കാര്യങ്ങളും ഭരണകാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ത് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്നോ ഇന്നലെയോ അല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? അതൊരു ലിവിങ് ഡോക്യുമെന്റ് ആണോ? കാരണം ഇപ്പൊ ഒരുപാട് സർക്കംസ്റ്റാൻസസ് മാറി, സിനാറിയോ മാറി. അന്നുണ്ടായിരുന്ന ഒരു ഇന്ത്യ അല്ല ഇന്നുള്ളത് അല്ലെ. അപ്പൊ ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ മാറുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലിവിങ് ഡോക്യുമെന്റ് ആണോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. സോ ഈ ഒരു ചാപ്റ്റർ കഴിയുന്നതോടുകൂടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലിവിങ് ഡോക്യുമെന്റ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ പഠിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ തുടങ്ങല്ലടാ? എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പവർ ആയിട്ട് ഇരിക്കാൻ മിസ് വിശ്വസിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മളെ ചാപ്റ്ററിലേക്ക് പോവാം. സോ ആദ്യം തന്നെ ചോദിക്കുന്നത് എന്താ? ആ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റിക് ആണോ എന്നതാണ് ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കണേ. The Soviet Union had 4 constitutions on itself life 75 years. In 1991, the rule of the Communist Party of Soviet came to end on the soon on Soviet Federation disintegrated. After this political appeal, the newly formed Russian Federation adopted a new constitution in 1993. കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ സോവിയറ്റ് യൂണിയന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്, അവർക്ക് 4 കോൺസ്റ്റിറ്റ്യൂഷനുകളോളം അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ 1993 ഒരു റഷ്യൻ ഫെഡറേഷൻ വന്നതിന് ശേഷം ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തത്? അഡോപ്റ്റ് ചെയ്തത്. പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അതിനുശേഷമായിരുന്നു എന്ത് ചെയ്തത്? അഡോപ്റ്റ് ചെയ്തത്. The Constitution of India was adopted on 26 November 1949. 1949 നവംബർ 26 ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Its implementation formally started from 26 January 1950. നമുക്ക് 1949 നവംബർ 26 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിലും 1949 നവംബർ 26 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ എന്താണ്, അത് ഇംപ്ലിമെന്റേഷൻ ഒക്കെ ഒറിജിനലി സ്റ്റാർട്ട് ചെയ്തത് എന്നായിരുന്നു? 1950 ജാനുവരി 26 മോർ ദാൻ 55 years after that, the same Constitution constitutes function as a framework within which the government of our country operates. എന്താ ഇവിടെ പറയുന്നത്? ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 55 ഇയേഴ്സോളം നമ്മൾ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് അല്ലെ. സോ ഈ ഒരു സെയിം ഇയറിൽ സെയിം കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണോ നമ്മൾ ഇപ്പോഴും എന്താണ് പിന്തുടർന്ന് പോകുന്നത്? അങ്ങനെ പിന്തുടർന്ന് പോകുന്ന സമയത്ത് എന്ത് ഇതാക്കുന്നുണ്ട്? അങ്ങനെ പിന്തുടർന്ന് പോകുന്ന സമയത്ത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ വരുത്തേണ്ടതുണ്ടോ? അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ മക്കളെ നോക്കിക്കുകയും ലോട്ട് of questions will came into our mind that our constitution is so good that it needed to no change. പല ക്വസ്റ്റ്യൻസും കോൺസ്റ്റിറ്റ്യൂഷനോട് ഇങ്ങനെ ചോദിക്കുന്നത്. പല ആളുകളും കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത്രത്തോളം അടിപൊളിയാണ്, സോ ഗുഡാണ്. സോ നമ്മൾ സോ ഗുഡ് നമ്മൾ പറയുമ്പോൾ സോ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്നത് പോലെ അത്രത്തോളം അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു മാറ്റവും വരുത്തേണ്ടെന്നാണ് പറയുന്നത്. Was it that our constitution makers were so farsighted, and why is that they had foreseen all the changes that would take place in the future? നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് എന്തായിരുന്നു മക്കളെ? അവര് ഫാർസൈറ്റഡ് ആയിരുന്നു. നമ്മൾ ക്രാന്തദർശിക എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ നമ്മൾക്ക് ഭാവിയിൽ വരാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നേരത്തെ കണ്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചിരുന്ന വ്യക്തികളായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഫ്യൂച്ചറിൽ എന്ത് സംഭവിച്ചാലും എന്തൊക്കെ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ നടന്നാലും അതിനുള്ള സൊല്യൂഷൻസും കാര്യങ്ങളും റൂൾസും റെഗുലേഷൻസും എല്ലാം നമുക്ക് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. The answer to the above question is yes. We have inherited a very robust constitution. The basic framework of the constitution is very much suited in our country. നമ്മളെ
കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കൺട്രിക്ക് അത്രത്തോളം സ്യൂട്ടഡ് ആയിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിലുള്ളത് കേട്ടോ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് വർ വെരി ഫാർ സൈറ്റഡ് ആൻഡ് പ്രൊവൈഡർ ഫോർ മെനി സൊല്യൂഷൻ ഫോർ ഫ്യൂച്ചർ. മിസ് നേരത്തെ പറഞ്ഞതുപോലെ ഫ്യൂച്ചറിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധികളും എവിടെ തന്നെ ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി മക്കളെ ഇവിടെ നോക്കിക്കേ, then how does the same constitution to serve the country? The answer to this question, നമ്മൾ വിചാരിക്കും ഇന്നൊന്നിലെയല്ല എത്രയോ വർഷങ്ങൾക്ക് മുന്നേ വന്ന കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് നമ്മൾ ഇപ്പോഴും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ എങ്ങനെയാണ് ഇതൊക്കെ പോസിബിൾ ആവുക, എങ്ങനെയാണ് ഇതൊക്കെ നടക്കുക? അതിന്റെ ആൻസേഴ്സ് ഒന്ന് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയാലടാ. യെസ്, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്സെപ്റ്റ് ദ നെസസിറ്റി ഓഫ് മോഡിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ചേഞ്ചിങ് നീഡ്സ് ഓഫ് ദ സൊസൈറ്റി. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, അത്രത്തോളം നെസസിറ്റി ആണെങ്കിൽ കുറച്ച് മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും. ആർക്ക് വേണ്ടിയിട്ട്? സൊസൈറ്റിക്ക് അനിവാര്യമാണെന്ന് തോന്നുകയാണെങ്കിൽ, സൊസൈറ്റിക്ക് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പല മാറ്റങ്ങളും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. In the actual working of the constitution, there has been an flexibility of interpretation. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആവശ്യത്തിനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ബോത്ത് പൊളിറ്റിക്കൽ പ്രാക്ടീസ് ആൻഡ് ജുഡീഷ്യൽ റൂളിംഗ് ഹാസ് ഷോൺ മെച്യൂരിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ ഇംപ്ലിമെന്റിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അത് നമുക്കിപ്പോൾ ജുഡീഷ്യൽ റൂളിങ്ങിലൂടെയും പൊളിറ്റിക്കൽ പ്രാക്ടീസിലൂടെയും ഒക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പല കാര്യങ്ങളും ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. These above factors have made our constitution a living document rather than a closed and static rule book. So നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളതോ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള അല്ല, റൂൾ ബുക്ക് അല്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സ് എ ലിവിങ് ഡോക്യുമെന്റ്. ലിവിങ് ഡോക്യുമെന്റ് ആണ്. ഇവിടെ മക്കളെ ശ്രദ്ധിച്ചേ, ചാലഞ്ചിങ് ഇഷ്യൂസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സൊല്യൂഷൻ. സോ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാലഞ്ചിങ് ഇഷ്യൂസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സൊല്യൂഷൻ. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയില്ലേ, മനസ്സിലായില്ലേടാ? അപ്പം മിസ് അടുത്തതിലേക്ക് പോവാട്ടോ, ശ്രദ്ധിക്കണേ. ഇവിടെ നോക്കിക്കേ, the provisions of the constitution would naturally reflect effort to tackle the problems that society is facing at the time of making constitution. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ സൊസൈറ്റിക്ക് ഫ്യൂച്ചറിൽ നേരിടും, അതിനുള്ള സൊല്യൂഷൻസും കാര്യങ്ങളും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. The constitution must be documented that provides a framework of the government for the future as well as. So കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഒരു ഡോക്യുമെന്റ് ഫ്യൂച്ചറിൽ നമുക്ക് ഉണ്ടായേക്കാവുന്ന എല്ലാത്തിനുള്ള ഒരു ആൻസർ കൂടിയാണ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ. The constitution has to be able to respond to the challenges that may arise in the future. ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ പോകുന്ന ചാലഞ്ചസിനുള്ള അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തിലുണ്ടായിരുന്നു, നമ്മളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഡോക്യുമെന്റിലുണ്ടായിരുന്നു. ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിൽ ഓൾവേസ് ഹാവ് സംതിങ് ദാറ്റ് ഇറ്റ് ഈസ് കണ്ടംപററി ആൻഡ് സംതിങ് ദാറ്റ് ഹാസ് മോർ ഡ്യൂറബിൾ ഇമ്പോർട്ടൻസ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എന്താണെന്ന് പറയുന്നത്, വിൽ ഓൾവേസ് ഹാവ് സംതിങ് ദാറ്റ് ഈസ് കോണ്ടംപററി ആൻഡ് സംതിങ് ദാറ്റ് ഹാസ് എ മോർ ഡ്യൂറബിൾ ഇമ്പോർട്ടൻസ് ആണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും ഒരു ഫ്രോസൺ ആയതോ അല്ലെങ്കിൽ അൺഓൾട്ടറബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് അല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ ഫ്രെയിം വർക്ക് ഫോർ ദ ഡെമോക്രാറ്റിക് ഗവർണൻസ് ഓഫ് ദ സൊസൈറ്റി. നമ്മളെ സൊസൈറ്റിയുടെ ഡെമോക്രാറ്റിക് ഗവർണൻസിന്റെ ഒരു ഫ്രെയിം വർക്കാണ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. Thus, from the above, Indian constitution is a combination of both approaches mentioned above. The constitution is a sacred document. നമ്മുടെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം കോമ്പിനേഷൻ ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഒരു സാക്രഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഓരോ ടൈം ടു ടൈം എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ നമുക്ക് എന്ത് വരുത്താൻ പറ്റും, കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് വരുത്താൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു സ്റ്റാറ്റിക് ഡോക്യുമെന്റ് അല്ല. ഇറ്റ് ഈസ് നോട്ട് എ ഫൈനൽ വേർഡ് അബൌട്ട് എവറിഥിങ്. എല്ലാത്തിന്റെയും ഒരു ഫൈനൽ വേർഡ് അല്ലടാ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ അൺഓൾട്ടറബിൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമെന്ന് തോന്നിയാൽ അതിൽ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റങ്ങളും കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ആവശ്യമെന്ന് തോന്നിയാൽ മാറ്റങ്ങളും കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അത് അമെൻമെന്റിലൂടെയേ സാധിക്കുള്ളൂ.
പറ്റുള്ളൂ. അഥവാ ഭരണഘടന ഭേദഗതിയിലൂടെ മാത്രമേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അറ്റ് ദ സെയിം ടൈം ഫ്ലെക്സിബിളുമാണ്, റിജിഡുമാണ്. ചില കാര്യങ്ങൾ നമുക്ക് ഫ്ലെക്സിബിളി ചെയ്യാൻ സാധിക്കും, ചില കാര്യങ്ങൾ വളരെയധികം റിജിഡാണ്. സോ എങ്ങനെയാണ് ഹൗ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന സെക്ഷനാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ആർട്ടിക്കിൾ 368 ഡീൽ വിത്ത് അമെൻഡിങ് പവർ ഓഫ് ദ പാർലമെന്റ്. പാർലമെന്റിന്റെ അമെൻഡിങ് പവർ ആണ് ആർട്ടിക്കിൾ 368 പറയുന്നത്. പാർലമെന്റ് മേ ഇൻ ദ എക്സൈസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് പവർ അമെൻഡഡ് ബൈ a way of addition, variation or repeal any provision of the constitution in accordance with the procedure laid down in article. 368 ആർട്ടിക്കിളിൽ നമ്മുടെ പാർലമെന്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള പവറിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ അവരെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു ബാലൻസിങ് പവർ ആണുള്ളത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ, ഒരു ബാലൻസിങ് അപ്രോച്ച് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്താണ് കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. സോ എന്താണ് ഈ ഒരു ബാലൻസിങ് അപ്രോച്ച് എന്ന് പറയുന്നത്, അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ബി അമെൻഡഡ് ഇഫ് സോ റിക്വയർഡ്. നമുക്ക് അത്രത്തോളം ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യണം, കോൺസ്റ്റിറ്റ്യൂഷൻ ഒബ്വിയസ്ലി അമെൻഡ് ചെയ്യണം അല്ലേ. ബട്ട് ഇറ്റ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം അൺനെസസറി ആൻഡ് ഫ്രീക്വന്റ് ചേഞ്ചസ്. പക്ഷെ അൺനെസസറി ആയിട്ടുള്ള ഫ്രീക്വന്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷന് പറ്റില്ല. സോ ആവശ്യത്തിന് മാത്രം എന്ത് ചെയ്യുക, നമ്മൾ അമെൻമെന്റ് വരിക. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ബി ഫ്ലെക്സിബിൾ അറ്റ് ദ സെയിം ടൈം റിജിഡ്. നേരത്തെ മിസ് പറഞ്ഞതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, സെയിം ടൈം റിജിഡുമാണ് ഫ്ലെക്സിബിളുമാണ്. എന്താ പറയുന്നത്, റിജിഡുമാണ് ഫ്ലെക്സിബിളുമാണ്. ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് എന്താണ്, ചില കാര്യങ്ങൾ നമുക്ക് വളരെയധികം ഓപ്പൺ ആയിരിക്കും. റിജിഡ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ മക്കളെ, നമുക്കത് അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം എന്താണ് ഡിഫിക്കൽട്ടാണ്. പെട്ടെന്ന് ഒരു നിമിഷത്തിൽ നമുക്ക് എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ സാധിക്കില്ല. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, കോമ്പിനേഷൻ ഓഫ് എന്താണ്, നമ്മൾ പറഞ്ഞു ഫ്ലെക്സിബിൾ പ്ലസ് റിജിഡ് ആണ്. F+R ആണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. IC എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ്, ഫ്ലെക്സിബിളുമാണ് റിജിഡുമാണ് എന്ത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ നോക്കിക്കേ, ഇറ്റ് ഫോൾസ് ഓർ മിസ്റ്റേക്ക് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ എന്തെങ്കിലും ഫോൾസോ മിസ്റ്റേക്കുകളോ ഉണ്ടോടാ? നോക്കിക്കേ, whenever such mistake would came to light, the constitution to be easily amended and to be able to get rid this mistake. എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്താണ്, അത് ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബി ഈസിലി അമെൻഡഡ്, അത് അമെൻഡ് ചെയ്യും. അതേപോലെ തന്നെ എന്ത് ചെയ്യും, ആ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ എന്താ ഒഴിവാക്കും. There were some provisions in the constitution that were temporarily natural. ചില നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ നിയമങ്ങൾക്ക് റൂൾസ് ഒക്കെ അത് ടെമ്പറലി നാച്ചുറൽ ആയിരിക്കും ഉണ്ടായിരിക്കാം. അത് നമുക്ക് എന്താ കുഡ് ബി ഓൾട്ടേർഡ് ലേറ്റർ. നമുക്ക് പിന്നെ അത് എന്ത് ചെയ്യാം, നമുക്ക് അത് ഓൾട്ടർ ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷെ ചിലത് എന്തായിരിക്കും, ഫ്രെയിമിംഗ് ഫെഡറൽ പോളിറ്റി ആൻഡ് therefore the rights and powers of the state could not be changed without the consent of the state. നമ്മളെ സ്റ്റേറ്റിന്റെ പവറും അതേപോലെ തന്നെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ എന്താണ്, അത് റിജിഡ് ആയിട്ടായിരിക്കും. അത് എന്താണ്, അത് സ്ട്രോങ് ആയിട്ട് കിടക്കുന്ന സംഭവമായിരിക്കും. അപ്പൊ നമുക്കത് സ്റ്റേറ്റിന്റെ കൺസെന്റോ കാര്യങ്ങളോ ഇല്ലാതെ ഒന്നും നമുക്ക് എന്താ അത് ഒഴിവാക്കാനോ കാര്യങ്ങളോ പറ്റുകയില്ല എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിച്ചിടാം, ഹൗ ടു അമെൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഏതൊക്കെ രീതികളിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻമെന്റ് ചെയ്യാം. ഒന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്യുന്നത് സിമിലർ ടു ഓർഡിനറി ലോ, സാധാരണ ലോ പോലെ തന്നെ സിമ്പിൾ മെജോറിറ്റി ഇൻ പാർലമെന്റിൽ സിമ്പിൾ മെജോറിറ്റിയിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അമെൻമെന്റ് കൊണ്ടുവരാൻ സാധിക്കും. ദെൻ അടുത്തത് എന്താണെടാ, സ്പെഷ്യൽ മെജോറിറ്റി ആണ് പറയുന്നത്. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പാർലമെന്റിലെ രണ്ട് ഹൗസസിലും രാജ്യസഭയിലും ലോകസഭയിലും എന്ത് വേണം, ഒരു സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ മൂന്നാമത് സ്പെഷ്യൽ മെജോറിറ്റിയോടൊപ്പം എന്തുണ്ടായിരിക്കണം, ലെജിസ്ലേച്ചർ ഓഫ് ഹാഫ് ദ സ്റ്റേറ്റ്. അത് നമ്മളെ ആർട്ടിക്കിൾ 368 പറയുന്നത് പോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ മൂന്ന് രീതികളിലൂടെയാണ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് വരുത്താൻ സാധിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻമെന്റ് വരുത്താൻ സാധിക്കുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, അടുത്തത് എന്താണെന്നുള്ളത്,
Note that all amendments to the constitution are initiated only in the parliament. Besides the special majority in the parliament, no outside agency like constitution commission or separate body is required for amending constitution. നമ്മൾ എന്താ ഇവിടെ പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ അതിന്റെ ഇനീഷ്യേറ്റീവ് ആരെടുക്കണം? പാർലമെന്റ് തന്നെ അതിന്റെ ഇനീഷ്യേറ്റീവ് എടുക്കണം. അല്ലാതെ ഒരു നമുക്ക് നമ്മളെ ചില ഏജൻസി ലൈക്ക് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മീഷനോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ബോഡിയോ ഒന്നും ഇത് മാറ്റം വരുത്താൻ വേണ്ടി പാടില്ല. ആരെന്നെ വേണം? പാർലമെന്റ് തന്നെ അതിന് ഇനീഷ്യേറ്റീവ് എടുക്കണം. അതേപോലെ തന്നെ അമെൻമെന്റ് ബില്ല്, അതേപോലെ മറ്റുള്ള ബില്ലുകൾ അതൊക്കെ ആരെടുത്തെത്തും? പ്രസിഡന്റിന്റെ അടുത്ത് പോയിട്ട് പ്രസിഡന്റ് എന്ത് ചെയ്യണം? അതിന്റെ അത് ഒപ്പുവെച്ചതിന് ശേഷമാണ് നമുക്ക് ഇതൊക്കെ നോക്കാനും ഒരു ബില്ല് നിയമമായി മാറുന്നത്. ദിസ് ഡീൽസ് ഷോ ഹൗ റിജിഡ്. അപ്പം ഇത് നമുക്ക് മനസ്സിലാവുന്ന എത്രത്തോളം റിജിഡും കോംപ്ലിക്കേറ്റഡുമാണ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഇവിടെ നോക്കിക്കുക മക്കളെ, അടുത്തത് എന്താ പറയുന്നത്? പ്രസിഡന്റ് ഹാസ് നോ പവർ ടു സെൻഡ് ഇറ്റ് ബാക്ക് ടു റീകൺസിഡറേഷൻ. അപ്പൊ പ്രസിഡന്റിന് അത് തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് യാതൊരു പവറോ കാര്യങ്ങളോ ഇല്ല. പ്രസിഡന്റിന് അത് തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് യാതൊരു പവറോ കാര്യങ്ങളോ ഇല്ല എന്നാണ് പറയുന്നത്. ഓൺലി ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ് ഓഫ് ദ പീപ്പിൾ ആർ എംപവേർഡ് ടു കൺസിഡർ ആൻഡ് ടേക്ക് ഫൈനൽ ഡിസിഷൻ ഓൺ ദ ക്വസ്റ്റ്യൻ ഓഫ് അമെൻമെന്റ്. അതായത് ഇലക്ട് ചെയ്ത റെപ്രസെന്റേറ്റീവ്സിന് മാത്രമേ ഇതിൽ എന്തെങ്കിലും തീരുമാനങ്ങളോ ഫൈനൽ ഡിസിഷൻസോ കാര്യങ്ങളോ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പ്രസിഡന്റ് ഒപ്പുവെക്കണം. പക്ഷെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഇലക്ട് ചെയ്ത പീപ്പിൾസ് ആയിരിക്കും. Thus, sovereignty of elected representative is the basic of the amendment procedure. So, amendmentലെ പ്രൊസീജിയറിൽ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സൊവേർണിറ്റി ആണ്. ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവിന്റെ സൊവേർണിറ്റി ആണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി മക്കളെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്പെഷ്യൽ മെജോറിറ്റിയാണ്. ഇനി എന്താ നമ്മൾ നോക്കാൻ പോകുന്നത്? സ്പെഷ്യൽ മെജോറിറ്റിയാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ സ്പെഷ്യൽ മെജോറിറ്റി എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? യെസ്, സ്പെഷ്യൽ മെജോറിറ്റിയിലേക്ക് നമുക്ക് കടക്കാം. എന്താണെടാ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചേ, അമെൻമെന്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ റിക്വയർ 2 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്പെഷ്യൽ മെജോറിറ്റി. അതായത് കോൺസ്റ്റിറ്റ്യൂഷനെ മാറ്റം വരുത്തണമെങ്കിൽ, അമെൻമെന്റ് ചെയ്യണമെങ്കിൽ 2 തരത്തിലുള്ള വേണമെന്നാ പറയുന്നത്? രണ്ട് തരത്തിലുള്ള സ്പെഷ്യൽ മെജോറിറ്റി വേണം. ഒന്ന് പറയുന്നത് വോട്ടിംഗ് ഇൻ ഫേവർ ഓഫ് അമെൻമെന്റ് ബിൽ ഷുഡ് ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ്ലീസ്റ്റ് ദ ഹാഫ് ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദിസ് ഹൗസ്. നമ്മുടെ ഹൗസിന്റെ ടോട്ടൽ സ്ട്രെങ്ത്തിന്റെ ഹാഫ് ആളുകൾ ആയിരിക്കണം? അമെൻമെന്റ് ബില്ലിന് ഫേവർ ആയിട്ട് ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് സപ്പോർട്ടേഴ്സ് ഓഫ് ദ അമെൻമെന്റ് ബിൽ മസ്റ്റ് ഓൾസോ കോൺസ്റ്റിറ്റ്യൂട്ട് 2/3 ഓഫ് ദോസ് ഹു ആക്ച്വലി ടേക്ക് എ പാർട്ട് ഇൻ വോട്ട്. അവരെന്ത് ചെയ്യണം? വോട്ടിങ്ങിന്റെ ഭാഗവും ആയിരിക്കണം എന്നാണ് പറയുന്നത്. വോട്ടിങ്ങിന്റെ ഭാഗവും അവർ ആയിരിക്കണം. പിന്നെ എന്താ പറയുന്നത്? ബോത്ത് ഹൗസസ് ഓഫ് ദ പാർലമെന്റ് മസ്റ്റ് പാസ് ദ അമെൻമെന്റ് ബിൽ സെപ്പറേറ്റ്ലി. ഓരോ ഗവൺമെന്റും എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? അവര് സെപ്പറേറ്റ്ലി എന്ത് ചെയ്യണം? അമെൻമെന്റ് പാസ് ചെയ്യണം. ഒന്നായിട്ടല്ല, സെപ്പറേറ്റ്ലി ആയിട്ട് എന്ത് ചെയ്യണം? അമെൻമെന്റ് പാസ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യണം? സെപ്പറേറ്റ്ലി അമെൻമെന്റ് പാസ് ചെയ്യണം. ഫോർ എവരി അമെൻമെന്റ് ബിൽ ദിസ് സ്പെഷ്യൽ മെജോറിറ്റി ഈസ് റിക്വയർഡ്. എല്ലാ അമെൻമെന്റ് ബില്ലിലും എന്ത് വേണം? ഇത്തരത്തിലുള്ള സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, റാറ്റിഫിക്കേഷൻ ബൈ സ്റ്റേറ്റ്സ് ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. റാറ്റിഫിക്കേഷൻ ബൈ സ്റ്റേറ്റ് ആണ് നമ്മൾ അടുത്തതായിട്ട് മക്കളെ നോക്കാൻ പോകുന്നത് കേട്ടോ. സോ റാറ്റിഫിക്കേഷൻ ബൈ സ്റ്റേറ്റ്സ് എന്താണ്? For some articles of the Constitution, special majority is not sufficient. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ചില ആർട്ടിക്കിൾസിൽ ചില നിയമങ്ങളിൽ സ്പെഷ്യൽ മെജോറിറ്റിയും കാര്യങ്ങളൊന്നും വേണ്ട അല്ലേ? When amendment aims to modify an article related to distribution of powers between state and central government or article related to representation, it's necessary that state must be consulted and they give their consent. So, നമ്മൾ സ്റ്റേറ്റിന്റെ പവർ ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റേറ്റും സെൻട്രലും നമ്മളെ പവർ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊന്നും നമുക്ക് അമെൻമെന്റും കാര്യങ്ങളൊന്നും വേണ്ട. അത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ അവരുടെ കൺസെന്റോട് കൂടെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെയ്യാം. The Constitution has ensured this by providing that legislature of half the states have to pass amendment bill before the amendment came into effect. എന്താ ഇവിടെ പറയുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് നമ്മുടെ ലെജിസ്ലേച്ചറും കൂടെ എന്ത് ചെയ്യണം? ഈ ഒരു ഇത് ആക്സെപ്റ്റ് ചെയ്യണം. അതായത് നമ്മളൊരു
അമെൻമെന്റ് എഫക്റ്റ് ആയി വരുന്നതിന് മുന്നേ, അമെൻമെന്റ് ബിൽ എഫക്റ്റ് ആയി വരുന്നതിന് മുന്നേ ലെജിസ്ലേറ്ററും കൂടെ ഇത് ആക്സെപ്റ്റ് ചെയ്തിരിക്കണം. അപ്പാർട്ട് ഫ്രം ദ പ്രൊവിഷൻ റിലേറ്റഡ് ടു ഫെഡറൽ സ്ട്രക്ചർ, പ്രൊവിഷൻ അബൌട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഓൾസോ പ്രൊട്ടക്റ്റഡ് ഇൻ ദിസ് വേ. സോ ഇങ്ങനെയാണ് നമ്മളെ ഫെഡറൽ സ്ട്രക്ചർ ആയാലും ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയാലും ഒക്കെ എന്താണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഇത്തരത്തിലൂടെയാണ്. ഇവിടെ നോക്കിക്കേ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ക്യാൻ ബി അമെൻഡഡ് ത്രൂ ലാർജ് സ്കെയിൽ കൺസെൻസ് ആൻഡ് ലിമിറ്റഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ സ്റ്റേറ്റ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ക്യാൻ ബി അമെൻഡഡ് ത്രൂ ലാർജ് സ്കെയിൽ കോൺസെൻസിലൂടെയും മാത്രമേ നമുക്ക് എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ വൈ ഹാവ് ദർ ബീൻ സോ മെനി അമെൻമെന്റ്സ്? എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഒരുപാട് അമെൻമെന്റ്സും കാര്യങ്ങളും നമുക്കുണ്ട്? അതെന്താണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചേ, ദർ ഈസ് ഓൾവേസ് ക്രിറ്റിസിസം അബൌട്ട് നമ്പർ ഓഫ് അമെൻമെന്റ്സ്. ഒരുപാട് അമെൻമെന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴേ ഒരുപാട് ക്രിറ്റിസിസവും കാര്യങ്ങളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫേസ് ചെയ്യാറുണ്ട്. ഇറ്റ് സേഡ് ദാറ്റ് ദർ ഹാസ് ബീൻ far too many amendments in the constitution of India. Indian constitution ഒരുപാട് amendments വന്നിട്ടുണ്ട്. One the phase of it, the fact that 93 amendments എന്ത് വന്നിട്ടുണ്ട്, 55-50 വർഷം കൊണ്ട് 55 years കൊണ്ട് നമുക്ക് 93 amendments നമുക്ക് വന്നിട്ടുണ്ട്. Amendments are not only due to political considerationലൂടെ മാത്രമല്ല നമുക്ക് amendments വന്നിട്ടുള്ളത്. Where in the first decade after the commencement of the constitution, every decade has witnessed the steady stream of amendments. ഓരോ ഡിക്കേറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് അമെൻമെന്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. സോ ഇതിൽ ഒരുപാട് ക്രിറ്റിസിസം കാര്യങ്ങളുണ്ട്. ആക്ച്വലി ഇതിലിവിടെ ക്രിറ്റിസൈസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഓരോ വർഷവും ഓരോ ഡിക്കേറ്റ്സ് ആയാലും ഒക്കെ നമുക്ക് ഒരുപാട് ചേഞ്ചസ് നമ്മുടെ സൊസൈറ്റിയിൽ വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഒബ്വിയസ്ലി എന്ത് ചെയ്യണം, കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം അല്ലേ. ഇവിടെ നോക്കിക്കേ, ദിസ് മീൻസ് ദാറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ നാച്ചർ ഓഫ് ദ പൊളിറ്റിക്സ് ദ പാർട്ടി ഇൻ പവർ, അമെൻമെന്റ്സ് വർ റിക്വയർഡ് ടു ബി മെയ്ഡ് ഫ്രം ദ ടൈം ടു ടൈം. ഇപ്പം എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഭരണത്തിൽ വരുന്ന സമയത്തൊക്കെ എന്താണ് ഒരുപാട് അമെൻമെന്റ്സ്, അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള അമെൻമെന്റ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനെയാണെങ്കിലും കുറച്ച് അമെൻമെന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, വളരെയധികം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുണ്ട്. അത്തരത്തിലുള്ള അമെൻമെന്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. 38, 39, 42 അമെൻമെന്റ്സ് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള അമെൻമെന്റ്സ് ആയിരുന്നു. ഈ 3 അമെൻമെന്റ്സും വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ 1975 ഇന്റേണൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത സമയത്തായിരുന്നു ഈ അമെൻമെന്റ്സ് വന്നിട്ടുണ്ടായിരുന്നത്. സോ എന്തായിരുന്നു, ടു മേക്ക് ബേസിക് ചേഞ്ചസ് ഇൻ മെനി ക്രൂഷ്യൽ പാർട്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്രൂഷ്യൽ പാർട്ടിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്ന 3 കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള അമെൻമെന്റ് ആയിരുന്നു 38, 39, 42. ഇതെപ്പോഴാണ് ഇവര് കൊണ്ടുവരുന്നത്? ഈ 3 അമെൻമെന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 1975 ഇന്റേണൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത സമയത്തായിരുന്നു. അപ്പൊ ആളുകൾക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞ് പ്രതികരിക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല. ബിക്കോസ് എമർജൻസീസ് ടൈമിൽ നമുക്ക് എന്താ അറിയാം, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ ഒന്നും എന്താണ് നമുക്ക് ആരെങ്കിലും നമുക്കത് തടഞ്ഞു നിർത്തിയാൽ അതൊന്നും നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. സോ ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ബേസിക് സ്ട്രക്ചർ ആൻഡ് എവല്യൂഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറും എവല്യൂഷനും ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ ബേസിക് സ്ട്രക്ചറും എവല്യൂഷനും പഠിക്കാൻ വേണ്ടിയിട്ട്? എന്റെ മക്കൾക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? സെറ്റ് അല്ലടാ, ഈസി പീസി ചാപ്റ്റർ ആട്ടോ, മനസ്സിലായില്ലേ ഇതുവരെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ? അപ്പൊ നമുക്കിനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ എവല്യൂഷനും ബേസിക് സ്ട്രക്ചറും നോക്കാം. അതിലാദ്യം നമ്മൾ നോക്കുന്നത് മോസ്റ്റ് ഫേമസ് കേസായ കേശവാനന്ദ ഭാരതി കേസാണ്. It has set a specific limit to the parliament power to amend the constitution. അത്രയും കാലത്തോളം പാർലമെന്റിൽ അമെൻമെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻമെന്റ് കൊണ്ടുവരാൻ വേണ്ടി പാർലമെന്റ് എത്ര വേണമെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ ഈ ഒരു കേശവാനന്ദ ഭാരതി കേസിലൂടെ എന്താണ്, ഈ പാർലമെന്റിന് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള പവർ എന്ത് ചെയ്യുക, അത് ലിമിറ്റ് ചെയ്യുകയാണ്. ഇറ്റ് സേസ് ദാറ്റ് നോ അമെൻമെന്റ് ക്യാൻ വയലേറ്റ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു അമെൻമെന്റ് പോലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിൽ മാറ്റം കൊണ്ടുവരാൻ പാടില്ല. It allows the parliament to amend any it allows the parliament to amend any and all parts of the constitution. It places the judiciary and the final authorities deciding if an amendment violates basic structure and what constitutions the basic structure. എന്താ പറയുന്നത്, it places the judiciary as the final authority. judiciary ആവണം ഫൈനൽ അതോറിറ്റി. നമ്മുടെ അമെൻമെന്റ് ഏതെങ്കിലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കി അത് ഡിസൈഡ് ചെയ്യേണ്ട ഡ്യൂട്ടി ആർക്കാണ്, നമ്മുടെ ജുഡീഷ്യറി
ജുഡീഷ്യറിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 തിയറികളാണ് നമ്മുടെ ഈ ബേസിക് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത്. അതായത് there is no mention of this theory in the constitution. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ തിയറിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഇറ്റ് ഹാസ് എമേർജ്ഡ് ഫ്രം ദ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ. ഇതെന്താണടാ? ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ ആണ്. ജുഡീഷ്യറി ആൻഡ് ഇറ്റ്സ് ഇന്റർപ്രിട്ടേഷൻ ഹാവ് പ്രാക്ടിക്കലി അമെൻഡഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിത്തൗട്ട് എ ഫോർമൽ അമെൻഡ്മെന്റ്. നമുക്ക് ഈ ഒരു സ്പെഷ്യൽ മെജോറിറ്റിയുടെ 2 സഭകൾ അംഗീകരിച്ചൊന്നും അല്ലാതെ ഒരു ഫോർമൽ അമെൻഡ്മെന്റിലൂടെ അല്ലാതെ നമുക്ക് എന്താ ഇങ്ങനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും. എന്തിലൂടെയാണ്? ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ. ജുഡീഷ്യറിക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും ഏതെങ്കിലും ഒരു നിയമങ്ങൾ, ഇത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് ജുഡീഷ്യറിക്ക് എന്ത് ചെയ്യാം? ഇന്റർപ്രിട്ടേഷൻ നടത്താമെന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഇനി നമ്മൾ മക്കളെ നോക്കുന്നത് എക്സാമ്പിൾസ് ഓഫ് ഹൗ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ ചേഞ്ച് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ എങ്ങനെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ ജുഡീഷ്യറി, അതായത് ജുഡീഷ്യറിനെ ഈ ഒരു ഇന്റർപ്രിട്ടേഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ ചേഞ്ചസും കാര്യങ്ങളും കൊണ്ടുവന്നതെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതായത് റിസർവേഷൻ ഇൻ ജോബ്സ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കനോട്ട് എക്സീഡ് 50% ഓഫ് ദ ടോട്ടൽ സീറ്റ്. ടോട്ടൽ സീറ്റിന്റെ 50% കൂടാൻ പാടില്ല. റിസർവേഷൻ ഇൻ ജോബിൽ റിസർവേഷൻ ആയാലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കാര്യങ്ങളായാലും എന്താണ് ടോട്ടൽ സീറ്റിന്റെ 50% കൂടാൻ പാടില്ല. പിന്നെ എന്താ? റിസർവേഷൻ ഫോർ അതർ ബാക്ക്വേർഡ് ക്ലാസസ്. സുപ്രീം കോർട്ട് ഇൻട്രൊഡ്യൂസ് ദ ഐഡിയ ഓഫ് ക്രിമിലെയർ ആൻഡ് റൂൾ ദാറ്റ് എ പേഴ്സൺ ബിലോങ് ടു ദിസ് കാറ്റഗറി വേർ നോട്ട് എൻറ്റൈറ്റിൽ ടു ബെനിഫിറ്റ് അണ്ടർ ദ റിസർവേഷൻ. എന്താണ്? ഇപ്പൊ ബാക്ക്വേർഡ് ക്ലാസസിന് റിസർവേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ സുപ്രീം കോർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഐഡിയ ആണ് ക്രിമിലെയർ ഐഡിയ. സോ ഈ ഒരു ഐഡിയയിൽ എന്താ പറയുന്നത്? ആ പേഴ്സൺ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണെന്നുള്ള ഒരു റെക്കോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് റെക്കോർഡിക്കലി അവിടെ കാണിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ലഭിക്കും? റിസർവേഷൻ അവിടെ ലഭിക്കുന്നുള്ളൂ. The judiciary has contributed to an informal amendment by interpreting various provisions concerning right to education, right to life, liberty and right to form, and liberty and right to form and managing minority education institution. ഈ സംഭവത്തിലൊക്കെ അമെൻമെന്റും കാര്യങ്ങളും വേണ്ട. ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷനിലൂടെ അതിലെന്താണ് കാര്യങ്ങളൊക്കെ ജുഡീഷ്യറിക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റുന്നതാണ്. ഇനി മക്കളെ നമ്മൾ നോക്കാൻ പോകുന്നത് പാർലമെന്ററി ഡെമോക്രസിയെ കുറിച്ചാണ്. എന്താ നമ്മൾ നോക്കാൻ പോകുന്നതടാ? പാർലമെന്ററി ഡെമോക്രസിയാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും റെഡിയല്ലേ പാർലമെന്ററി ഡെമോക്രസിയെ കുറിച്ച് പഠിക്കാൻ? റെഡിയല്ല മക്കളെ? പാർലമെന്ററി ഡെമോക്രസി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം, പരീക്ഷക്കൊക്കെ ചോദിക്കുന്ന ഭാഗങ്ങളാണേ. ഇത് പാർലമെന്ററി ഡെമോക്രസി. പാർലമെന്റ് റെപ്രസെന്റ് the people and therefore it is expected to have an upper hand and over both executive and judiciary. At the same time, there is a test of the constitution and it has given power the organs of the government. അപ്പോൾ പാർലമെന്ററി ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണ്? ഇൻ പാർലമെന്ററി ഡെമോക്രസിയിൽ പാർലമെന്റ് റെപ്രസെന്റ് the people and therefore it is expected to have an upper hand. എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിനും വേണ്ട ഒരു അപ്പർ ഹാൻഡ് ആണല്ലേ ഇവർക്ക് ഉണ്ടായിരിക്കുക. പക്ഷെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 3 ഓർഗൻസ് ആയ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേറ്റർ അവർക്ക് അവരുടെ പവേഴ്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ സുപ്രീമസി ഓഫ് ദ പാർലമെന്റ് ഹാസ് ടു ഓപ്പറേറ്റ് വിത്തിൻ ദിസ് ഫ്രെയിംവർക്ക്. സോ അവർക്ക് അവരുടെ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് സുപ്രീമസി കാണിക്കും. അല്ലാതെ എന്താണ് എക്സിക്യൂട്ടീവിന്റെയോ ജുഡീഷ്യറിയുടെയോ അതേപോലെ തന്നെ നമുക്ക് എന്താണ് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേറ്ററിന്റെ മുകളിൽ കയറി നിന്നുള്ള പരിപാടി ഒന്നും നടക്കില്ല. എന്താണ് അവർക്ക് അവരുടെ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് സുപ്രീമസി കാണിക്കാൻ സാധിക്കും. കാരണം ഇവ ഈ 3 ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അവർക്ക് അവരുടേതായുള്ള പവേഴ്സും റൂൾസും കാര്യങ്ങളൊക്കെ എന്താണ് കൃത്യമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡെമോക്രസി ഈസ് നോട്ട് ഓൺലി അബൌട്ട് ദ വോട്ട്സ് ഓഫ് ദ പീപ്പിൾസ് ആൻഡ് റെപ്രസെന്റേഷൻ. ഡെമോക്രസി എന്ന ആളുകളുടെ റെപ്രസെന്റേഷനോ അല്ലെങ്കിൽ വോട്ടോ മാത്രമല്ല ഡെമോക്രസി. അതെന്താണ്? അതൊരു പ്രിൻസിപ്പിൾ ഓഫ് റൂൾ ഓഫ് ലോ ആണ്. അതെന്താണ്? ഒരു പ്രിൻസിപ്പിൾ ഓഫ് റൂൾ ഓഫ് ലോ ആണ്. ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണ്? ഇസ് അബൌട്ട് ഡെവലപ്പിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വർക്കിംഗ് ത്രൂ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഓരോ
ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡെവലപ്മെന്റ് ആണ്. സോ എന്താണ് അതിലൂടെ നമുക്ക് എന്താണ് ഒരു ഡെവലപ്മെന്റ്, നമ്മൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നിലൂടെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്താ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരിക അല്ലെ. ഓൾ ദ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ബി റെസ്പോൺസിബിൾ ടു ദ പീപ്പിൾ ആൻഡ് മെയിൻറ്റെയിൻ ടു ബാലൻസ് വിത്ത് ഈച്ച് അതർ. എല്ലാ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തുണ്ട്, റെസ്പോൺസിബിൾ ആണ്. ആളുകളെ എന്താണ് പീപ്പിൾ മെയിൻറ്റെയിൻ ആൻഡ് ബാലൻസ് വിത്ത് ഈച്ച് അതർ, രണ്ടും തമ്മിൽ എന്താ ഒരു ബാലൻസോടുകൂടെ നിർത്തിക്കൊണ്ടുപോകുന്നത് എല്ലാവരും എന്താണ് ചെയ്യേണ്ട, എല്ലാവരുടെയും ഡ്യൂട്ടി ആണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ മക്കളെ, കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. പക്ഷെ ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മുടെ അടുത്ത ചാപ്റ്ററായ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫിലോസഫി എന്ന് പറയുന്നത്. ദ ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഈ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്തത് എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ദ ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ ശ്രദ്ധിച്ചേടാം, വാട്ട് ഈസ് മീൻഡ് ബൈ ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തായിരിക്കും ഈ ഒരു ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? നമുക്ക് നോക്കല്ലേ, എന്താണ് ഈ ഒരു ഫിലോസഫി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ശ്രദ്ധിച്ചേ ഇവിടെ, വാട്ട് ഈസ് മീൻ ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഫിലോസഫി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റൽ സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു കോൺസെപ്റ്റൽ സ്ട്രക്ചർ ആണ്. വാട്ട് ഡസ് ദിസ് മീൻ? ഇതിനർത്ഥം എന്താണ് അല്ലേ? എന്തൊക്കെയോ ഇവര് പറയുന്നുണ്ട്, കോൺസെപ്റ്റൽ സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് മിസ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ കോൺസെപ്റ്റൽ സ്ട്രക്ചർ? നമുക്ക് നോക്കാം. ഇറ്റ് മീൻസ് ദാറ്റ് വി മസ്റ്റ് ആസ്ക് ക്വസ്റ്റ്യൻ ലൈക്ക് വാട്ട് ആർ ദ പോസിബിലിറ്റി മീനിങ് ഇൻ ടേംസ് യൂസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ സച്ച് ആസ് റൈറ്റ്, സിറ്റിസൺഷിപ്പ്, മൈനോറിറ്റി ഓർ ഡെമോക്രസി. നമുക്ക് എന്താണ് ഇറ്റ് മീൻസ് ദാറ്റ് വി മസ്റ്റ് ആസ്ക് ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ചോദിക്കണം അല്ലെ. എന്ത് റിലേറ്റഡ് ആയിട്ടുള്ളത്? നമ്മള് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ റൈറ്റ്സ്, സിറ്റിസൺഷിപ്പ്, മൈനോറിറ്റി, ഡെമോക്രസി, ഇതിനൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ദെൻ പിന്നെ എന്താണ്? വി മസ്റ്റ് അറ്റംപ്റ്റ് ടു വർക്ക് ഔട്ട് ദ കോഹറന്റ് വിഷൻ ഓഫ് ദ സൊസൈറ്റി ആൻഡ് പൊളിറ്റി കണ്ടീഷണൽ അപ്പോൺ ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ കീ കോൺസെപ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. വി മസ്റ്റ് ഹാവ് ബെറ്റർ ഗ്രാസ്പ് ഓഫ് ദ സെറ്റ് ഓഫ് ഐഡിയൽസ് എംബെഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എന്താ ഒരു സെറ്റ് ഓഫ് ഐഡിയ നമുക്ക് വേണം. എന്തായിരിക്കും ഇതിൽ പറഞ്ഞിട്ടുള്ളത്, അതിന്റെ പ്രിൻസിപ്പിൾ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ എന്താണ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ എന്ത് വരുന്നുണ്ട്? ഒരുപാട് ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ. സോ അവിടെ ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്താണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അവിടെ ജസ്റ്റിഫിക്കേഷനിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. സോ എ ഫിലോസഫിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് വാല്യൂ is incomplete if a detailed justification for it's not provided. അപ്പൊ നമ്മൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് കൃത്യമായിട്ട് അതിന്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ അതിനനുസരിച്ച് നമുക്ക് എന്താണ് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി എന്തിനാണ് ഇതിടാ വൈ ഇൻ നീഡ് നമുക്ക് നോക്കാം. എ പൊളിറ്റിക്കൽ ഫിലോസഫി അപ്രോച്ച് ദ കോൺസ്റ്റിറ്റ്യൂഷൻ is needed not only to find out the moral content expressed into and evaluate its claims but possibly to use it the arbitration between varying interpretation of many core values in our polity. എന്താണെടാ ഒരു പൊളിറ്റിക്കൽ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പൊളിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ഒരു മോറൽ കോണ്ടന്റ് എക്സ്പ്രസ്ഡ് അല്ല, ഒരു മോറൽ കോണ്ടന്റ് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാനോ മാത്രമല്ല, നമ്മൾ എന്തറിഞ്ഞിരിക്കണം എന്നാ പറയുന്നത് ഇതിന്റെ പല തരത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻസും കോ വാല്യൂസിന്റെ ഇന്റർപ്രിട്ടേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മളെ പോളിറ്റിയിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ മീൻസ് ഓഫ് ഡെമോക്രാറ്റിക് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ നമുക്കൊരു ഡെമോക്രാറ്റിക്കലി നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ തരുന്നതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനെ ഒരു ഡെമോക്രാറ്റിക് മീൻസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം അല്ലെ. ട്രാൻസ്പോർട്ടേഷൻ അല്ല, ട്രാൻസ്ഫോർമേഷൻ. ഒബ്വിയസ്ലി ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും? നമുക്ക് എന്താ ഒരു ട്രാൻസ്പോർട്ടേഷനും കൂടി നമ്മൾ എന്ത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്ത് ചെയ്യുന്നു? മൂവ് ആവുന്നുണ്ട് അല്ലെ. യെസ്, ഇവിടെ എന്താ മക്കളെ നോക്കിയേ? പ്രൊവൈഡ് പീസ്ഫുൾ ഡെമോക്രാറ്റിക് മീൻസ് ടു ബ്രിങ് അബൌട്ട് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. ഇവിടെ പറയുന്നത് ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. മോർ ഓവർ ഫോർ ദ കൊളനൈസ്ഡ് പീപ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ അനൗൺസ് ആൻഡ് എംപവർ ദ ഫസ്റ്റ് റിയൽ എക്സസൈസ് ഓഫ് ദ പൊളിറ്റിക്കൽ സെൽഫ് ഡിറ്റർമിനേഷൻ. അപ്പൊ നമുക്കൊരു സെൽഫ് ഡിറ്റർമിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? എക്സസൈസ് ചെയ്യുന്നുണ്ട്. എന്തിലൂടെ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ അല്ലെ. അതായത് നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ളതും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ നൽകിയിട്ടുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ
കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡിസൈൻ ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് ട്രഡീഷണൽ സൊസൈറ്റി. ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ഹൈറാർക്കീസ് നമ്മുടെ സൊസൈറ്റി ഉണ്ടായിരുന്നു. അതൊക്കെ ഷാക്കിൾ ചെയ്തതും ബ്രേക്ക് ചെയ്തതും ആരാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്നിട്ട് അവർ ഒരുപാട് പുതിയ ന്യൂ ഇറ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫ്രീഡത്തിന്റെയും ഇക്വാലിറ്റിന്റെയും ജസ്റ്റിസിന്റെയും പുതിയൊരു ഇറ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എക്സിസ്റ്റ് നോട്ട് ഓൺലി ലിമിറ്റ് പീപ്പിൾ ഇൻ പവർ ബട്ട് ടു എംപവർ ദോസ് ഹു ട്രഡീഷണലി. എന്താണ് ഇവിടെ ആളുകളുടെ പവറും കാര്യങ്ങളും ലിമിറ്റ് ചെയ്യല്ല. ഇവിടെ എന്താ നടക്കുന്നത്? നമ്മൾ ട്രഡീഷണലി എന്ത് ചെയ്യുകയാണ്? നമ്മൾ എംപവർ ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ എന്താണ് സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും അനുഭവിച്ചിരിക്കുന്നുണ്ട്. സോ അവർക്ക് എന്താ ഒരു ട്രഡീഷണൽ അവർ ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ഡെവലപ്മെന്റും കൂടെ എന്ത് കൊടുക്കുന്നുണ്ട്? അവർ എംപവർ ചെയ്യാൻ ആർക്ക് സാധിക്കുന്നുണ്ട്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സാധിക്കുന്നുണ്ട്. സോ വാട്ട് ഈസ് പൊളിറ്റിക്കൽ ഫിലോസഫി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് നോക്കാം മക്കളെ, ശ്രദ്ധിക്കണേ. ഇവിടെ നോക്കിക്കേ. ഇറ്റ് ഈസ് ഹാർഡ് ടു ഡിസ്ക്രൈബ് ദ ഫിലോസഫി ഇൻ വൺ. ഒറ്റക്ഷരത്തിൽ ഫിലോസഫി എന്താണെന്ന് പറയാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അതെന്താണ്, ഒരു സിംഗിൾ ലേബിളിൽ നമുക്കത് പറയാൻ പറ്റില്ല. നമ്മുടെ ലിബറലിന്റെയും ഡെമോക്രാറ്റിക്കിന്റെയും എഗ്ലിറ്റേറിയൻ, സെക്കുലർ, federal, open community value, sensitive to needs of religious and linguistic minority, historically advantaged group, committed to building a common national identity. ഇതിന്റെ എല്ലാത്തിനും എന്താണ് ഒരു കോമ്പിനേഷൻ ആണ് എന്ത് എന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫിലോസഫി എന്ന് പറയുന്നത്. അതൊരു സിംഗിൾ വേർഡിൽ നമുക്ക് എന്താണ് നിർവചിക്കാൻ സാധിക്കില്ല. ഒരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കമ്മിറ്റഡ് ടു ഫ്രീഡം, ഇക്വാലിറ്റി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സം ഫോം ഓഫ് നാഷണൽ യൂണിറ്റി. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഷോർട്ടായി പറയാം. ഇറ്റ് ഈസ് കമ്മിറ്റഡ് ടു ഫ്രീഡം, ഇക്വാലിറ്റി, ജസ്റ്റിസ്, സം ഫോം ഓഫ് നാഷണൽ യൂണിറ്റി എന്ന് നമുക്ക് പറയാം. ഇവിടെ നോക്കിക്കേ മക്കളെ, എന്താ ഇവിടെ പറയുന്നത്? ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം അല്ലെ. The first point note about constitution is committed to individual freedom. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഇൻഡിവിജ്വൽ ഫ്രീഡം ആയിട്ട് എന്താണ് കമ്മിറ്റഡ് ആണല്ലേ. നമ്മൾ രാംമോഹൻ റായിനെ കുറിച്ച് ആലോചിക്കുക. അദ്ദേഹം എന്താണ്, നമുക്ക് ബ്രിട്ടീഷ് കൊളോണിയൽ സമയത്ത് നമുക്ക് ഫ്രീഡം ഓഫ് പ്രസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്ത് ചെയ്തു? ഫ്രീഡം ഓഫ് പ്രസിനെ കേട്ടയിൽ ചെയ്തതിനെ തുടർന്ന് ഒരുപാട് പ്രൊട്ടസ്റ്റ് നടത്തിയ വ്യക്തിയായിരുന്നു രാംമോഹൻ റായ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ച് ആലോചിക്കുക. ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ് therefore that freedom of expression is the integral part of the Indian Constitution. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇന്റഗ്രൽ പാർട്ട് എന്ന് പറയുന്നത്, ഒരു ഇന്റഗ്രൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഭാഗമാണ്. നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ്. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള റൗലറ്റ് ആക്ട് which the national movement opposed so firmly sought to deny the basic freedom അല്ലെ. സോ നമ്മൾ എന്താണ് ഇൻഫേമസ് ആയിട്ടുള്ള റൗലറ്റ് ആക്ടിനെ കുറിച്ച് ആലോചിക്കുക. അതിനെ തുടർന്ന് നടന്ന പ്രശ്നത്തെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും മക്കളെ, ഫ്രീഡം, ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ സോഷ്യൽ ജസ്റ്റിസ് ആണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കേട്ടോ. സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ച് മക്കളെ നോക്കിയാലോ. ഇവിടെ ക്ലാസിക്കൽ ലിബറലിസം ഓൾവേസ് പ്രിവിലേജസ് റൈറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഓവർ ഡിമാൻഡ്സ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് കമ്മ്യൂണിറ്റി വാല്യൂ. എന്താ ഇവിടെ പറയുന്നത്? ക്ലാസിക്കൽ ലിബറലിസം ഓൾവേസ് പ്രിവിലേജസ് റൈറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് ഓവർ ഡിമാൻഡ് ഓഫ് ദ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് കമ്മ്യൂണിറ്റി വാല്യൂ. നമുക്ക് അത്രത്തോളം വേണ്ട ഒരു കാര്യം കൂടിയാണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ എന്താണ്? ദ ലിബറലിസം of the Indian Constitution differ from this version in two ways. ഒന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഓൾവേസ് എന്താണ്? ഇറ്റ് വാസ് ഓൾവേസ് ലിങ്ക്ഡ് ടു സോഷ്യൽ ജസ്റ്റിസ്. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദിസ് പ്രൊവിഷൻ ഫോർ റിസർവേഷൻ അല്ലെ. സോഷ്യൽ ജസ്റ്റിസിന്റെ ഏറ്റവും എക്സാമ്പിൾ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? SC/ST വിഭാഗക്കാർക്ക്, ഷെഡ്യൂൾ ട്രൈബ്സിന് റിസർവേഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ബിലീവ് ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, എല്ലാവർക്കും ഒരു ഈക്വാലിറ്റി വേണം. എല്ലാവർക്കും എന്താണ് ഒരു ഈക്വൽ ആയിട്ട് നമ്മൾ കാണും. ഒരു സെർട്ടൻ ഗ്രൂപ്പ് ഒരുപാട് ഏജ് റോഡ് ഇൻജസ്റ്റിസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവർക്ക് എന്താണ് ഒരു എംപവർ വേണം. നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഉന്നമനം അവർക്ക് വേണം. അവർക്കും എന്ത് ചെയ്യണം? വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരുപാട് പ്രൊവിഷൻസും കാര്യങ്ങളും എസ്പെഷ്യലി റിസർവേഷനൊക്കെ നമ്മുടെ ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബ്സിനും വന്നിട്ടുണ്ട്. അത് ആലോചിക്കുക മക്കളെ. അപ്പോൾ ഒരുപാട് ഇവർക്ക് വേണ്ടിയിട്ട് ഇവരെ ഇൻട്രസ്റ്റ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്പർ ഓഫ് സ്പെഷ്യൽ
സ്പെഷ്യൽ മെഷേഴ്സ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ലെജിസ്ലേച്ചറിലും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സീറ്റും കാര്യങ്ങളും റിസർവ് ചെയ്തിട്ടുണ്ട്. പബ്ലിക് സെക്ടർ ജോബ്സിലാണെങ്കിലും സ്കൂൾസിലാണെങ്കിലും ഒക്കെ എന്താണ് ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റിസർവേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി ആൻഡ് മൈനോറിറ്റി റൈറ്റ്. റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി ആൻഡ് മൈനോറിറ്റി റൈറ്റ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ കമ്മ്യൂണിറ്റീസിനും ഒരു ഈക്വൽ റെസ്പെക്റ്റ് ആണ് കൊടുത്തത്. കമ്മ്യൂണിറ്റീസ് തമ്മിൽ ഒരിക്കലും എപ്പോഴും എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, ഒരു ഈക്വൽ റെസ്പെക്ട് എല്ലാവർക്കും തമ്മിൽ വേണം, 2 കൂട്ടരും തമ്മിൽ 3 കൂട്ടരും. അപ്പൊ എപ്പോഴും ഇവരെന്താ ഒരു റയോട്ടിലേക്ക് പോവാതെ, ഒരു പ്രശ്നത്തിലേക്ക് പോവാതെ ഇവരെപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞതും ചെയ്തതും പ്രവർത്തിച്ചതും. ദിസ് വാസ് നോട്ട് ഈസി ടു അവർ കൺട്രി. നമ്മളെ കൺട്രിയിൽ എന്താ അത് ഈസി അല്ല. ബിക്കോസ് നമ്മളെ കൺട്രിയിൽ എപ്പോഴും എന്താണ് ഒരു ഹൈറാർക്കിലായിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടെങ്കിൽ അവർ കാസ്റ്റ് ബേസ്ഡ് താഴ്ന്ന ആളുകൾ എന്ത് ചെയ്യാണ്, ക്രൂശിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായത്. സോ അതുകൊണ്ട് ഇത് നടത്താൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റീസ് എപ്പോഴും എന്താണ് ഒരിക്കലും അവരെ അണ്ടറിലുള്ള ആളുകളെ ഈക്വൽ ആയിട്ട് അവർ ഒരിക്കലും കാണില്ല. ഇനി ഇത് ഈക്വൽ ആയിട്ട് നമ്മൾ നിൽക്കണം എന്ന് പറഞ്ഞാലും ഇവർ ചിന്തിക്കാം, ഇത്രയും കാലത്തോളം നമ്മളെ ഉപദ്രവിച്ച് ഇവരുമായിട്ടാണ് നമ്മൾ എന്താണ് നല്ല രീതിയിൽ പോകേണ്ടത്, അങ്ങനെയാണ് ചിന്തിക്കുക. സോ ഇതെന്താണ് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയാം ഒരുപാട് മൈനോറിറ്റി കമ്മ്യൂണിറ്റി നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. നമ്മൾ അറ്റ് ദ സെയിം ടൈം അവരെ ആ ഒരു ഡൈവേഴ്സിറ്റിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക, അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന റൈറ്റിന് നമ്മൾ എന്ത് ചെയ്യുക, റെസ്പെക്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ നോ വൺ കമ്മ്യൂണിറ്റി സിസ്റ്റമാറ്റിക്കലി ഡോമിനേറ്റ്സ്. ഒരു കമ്മ്യൂണിറ്റി പോലും മറ്റൊരു കൺട്രീനെ എന്ത് ചെയ്ത് സിസ്റ്റമാറ്റിക്കലി ഡോമിനേറ്റ് ചെയ്തത്. അതെന്താണ് കൃത്യമായിട്ട് എന്താണ് മാൻഡേറ്ററി ഫോർ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ടു റെക്കഗ്നൈസ് കമ്മ്യൂണിറ്റി ബേസ്ഡ് റൈറ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് കമ്മ്യൂണിറ്റി ബേസ്ഡ് റൈറ്റ്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഓൺ വൺ സച്ച് റൈറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് റിലീജിയസ് ഓഫ് കമ്മ്യൂണിറ്റി. അവർക്ക് അവരുടേതായുള്ള റിലീജിയൻ എന്ത് ചെയ്യാനോ അത് മുന്നോട്ട് കൊണ്ടുപോകാനോ അത് ബേസ് ചെയ്തിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യാനുള്ള റൈറ്റ്സ് ഒക്കെ ആർക്കുണ്ട്, നമ്മളെ ആർക്കുണ്ട്, ഇവർക്കുണ്ട്, ഈ ഒരു കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ അവർക്ക് എന്താണ് ആ ഇൻസ്റ്റിറ്റ്യൂഷന് മണിയും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് ദ പ്രൊവിഷൻ ഷോസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് സീ റിലീജിയൻ മിയർലി. സോ എന്താണ് ഇതിനർത്ഥം, എന്താണ് നമ്മളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലീജിയസ് ബേസ്ഡ് ആയിട്ടല്ല. സോ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആർക്ക് വേണമെങ്കിലും തുടങ്ങും. അതിനു വേണ്ടിയുള്ള സഹായങ്ങളും ആരും എന്താണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ആ സഹായങ്ങളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതിപ്പോ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും പാഴ്സി ആയാലും ജൈനനായാലും എല്ലാത്തിനും എന്താണ് ഗവൺമെന്റ് അവരുടെ ഒരു സപ്പോർട്ട് കൊടുക്കും. അതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി എന്താ ഒരു സെക്യുലറിസ്റ്റ് സ്റ്റേറ്റ് അല്ലെ. അത് കൃത്യമായിട്ട് സെക്യുലർ എന്ന് പറയുന്ന സംഭവം എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ ഓൾവേസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് സെക്യുലർ ആണല്ലേ. നമുക്കറിയാം ഒരു സെക്യുലറിസം ആണ് എന്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ സ്റ്റേറ്റ് ഒരിക്കലും എന്താണ് ഒരു റിലീജിയൻ ബേസ്ഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്റ്റേറ്റും കാര്യങ്ങളും ഒന്നല്ല. എല്ലാ ഇൻഡിവിജ്വൽസിനും ഫ്രീഡം ഉണ്ട്. അവർക്ക് ഏത് മതം വേണമെങ്കിലും എന്താണ് അത് മുന്നോട്ട് കൊണ്ടുപോകാനും പ്രീച്ച് ചെയ്യാനും അതിന്റെ വാല്യൂസ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് എല്ലാ ഇൻഡിവിജ്വൽസിനും എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട് അല്ലെ. അതേപോലെ തന്നെ നോക്കിക്കേ, ബോത്ത് റിലീജിയൻ ആൻഡ് സ്റ്റേറ്റ് മസ്റ്റ് സ്റ്റേ അവേ ഫ്രം ദ ഇന്റേണൽ അഫയേഴ്സ് ഓഫ് വൺ അനദർ. അപ്പൊ സ്റ്റേറ്റ് ആയാലും സ്റ്റേറ്റ് ഒരിക്കലും റിലീജിയന്റെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല, റിലീജിയൻ ഒരിക്കലും സ്റ്റേറ്റിന്റെ കാര്യത്തിൽ ഇടാൻ പാടില്ല. ഈ സംഭവത്തിൽ എന്താ ഇവർ രണ്ടുപേരും 2 അറ്റത്തിൽ നിൽക്കണം, ഒരിക്കലും ഒരുമിച്ച് നിൽക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഒരിക്കലും ഒരു ദ സ്റ്റേറ്റ് മസ്റ്റ് നോട്ട് ഇന്റർവെൻ ഇൻ ദ ഡൊമെയിൻ ഓഫ് റിലീജിയൻ ലൈക്ക് ദിസ് ഷുഡ് നോട്ട് ഡിക്റ്റേറ്റ് സ്റ്റേറ്റ് പോളിസി ഓർ ഇൻഫ്ലുവൻസ് ദ കണ്ടക്ട് ഓഫ് ദ സ്റ്റേറ്റ്. അതായത് നമ്മളെ റിലീജിയൻ ബേസ് ചെയ്തിട്ട് റിലീജിയൻ പറയുന്ന കാര്യം അനുസരിച്ച് സ്റ്റേറ്റിന്റെ പോളിസീസ് മാറ്റാനോ കാര്യങ്ങളോ പാടില്ല. സ്റ്റേറ്റ് എന്തായിരിക്കണം, സ്റ്റേറ്റും റിലീജിയനും മസ്റ്റ് ബി അവരെന്തായിരിക്കണം സ്ട്രിക്ട്ലി അവരെന്തായിരിക്കണം, മസ്റ്റ് ബി എന്ന് പറഞ്ഞ പോലെ സ്ട്രിക്ട്ലി നിർബന്ധമായിട്ടും അവരെന്ത് ചെയ്യണം, 2 കൂട്ടരും സെപ്പറേറ്റ് ചെയ്തിട്ടാവണം ഉണ്ടായിരിക്കേണ്ടത്. അതേപോലെ എന്താണ് ടു പ്രൊട്ടക്ട് റിലീജിയസ് ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ. ഓരോ ആളുകളെ റിലീജിയസ് ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ഇവരെന്താണ് റിലീജിയസ് ഓർഗനൈസേഷനും സ്റ്റേറ്റും എന്താണ് സ്ട്രിക്ട്ലി എന്തായിരിക്കണം, സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കണം ഉണ്ടാവേണ്ടതാണ് പറയുന്നത്. ഇനി മക്കളെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈറ്റ്സ് ഓഫ് റിലീജിയസ് ഗ്രൂപ്പ് ആണ്. റിലീജിയസ് ഗ്രൂപ്പിനുള്ള റൈറ്റ്സ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഏത് റിലീജിയസ് കമ്മ്യൂണിറ്റി, നമുക്ക് ഏത് കമ്മ്യൂണിറ്റി വേണമെങ്കിലും എസ്റ്റാബ്ലിഷ് ചെയ്യാനും അത് ആ ഒരു റിലീജിയൻ ബേസ് ചെയ്ത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്താനുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ എന്താ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഫ്രീഡം ഓഫ് റിലീജിയൻ പറയുന്നുണ്ട്. നമുക്ക് ഇൻഡിവിജ്വൽസിനോ കമ്മ്യൂണിറ്റിനോ ഏത് മതം വേണമെങ്കിലും സ്വീകരിക്കാനും
അതിന്റെ പേരിൽ അത് നടത്തിക്കൊണ്ടുപോകാൻ ആ മതം എന്താണ് ആളുകളിലേക്ക് എത്തിക്കാനും, അതേപോലെ തന്നെ എന്താണ് മതം ആളുകളിലേക്ക് എത്തിച്ചിട്ട് എന്താണ് അത് നമുക്ക് എന്താണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും വിദ്യാസ്ഥാപനങ്ങൾ, നമ്മൾ വിദ്യാഭ്യാസമൊക്കെ സ്ഥാപനങ്ങൾ എന്താ സ്റ്റാർട്ട് ചെയ്യാനുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ എന്താ കൃത്യമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് പറഞ്ഞ് വെക്കുന്നുണ്ട്. ഇനി ഇവിടെ നോക്കിക്കേ, സ്റ്റേറ്റ് പവർ ഓഫ് ഇന്റർവെൻഷൻ ആണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. The state simply had to interfere in affairs of religion. നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് ഒരിക്കലും എന്താണ് നമ്മളെ റിലീജിയൻ മാറ്റേഴ്സിൽ എന്ത് ചെയ്ത് സ്റ്റേറ്റ് ഇടപെടുകയോ കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. The state could also help religious community. പക്ഷെ എന്താണ് സ്റ്റേറ്റ് റിലീജിയസ് കമ്മ്യൂണിറ്റീസിനെ എപ്പോഴും എന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യാൻ വേണ്ടിയുള്ള സഹായ സഹകരണങ്ങളൊക്കെ ആര് നൽകണം, നമ്മുടെ സ്റ്റേറ്റ് നൽകണം എന്നാണ് പറയുന്നത്. നോക്കിക്കേ, the state may help the religious community depending on which mode of action promote values such as freedom and equality. ഇനി ഇവിടെ നോക്കിക്കേ, പ്രൊസീജിയൽ അച്ചീവ്മെന്റ് ആണ് മക്കളെ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. എന്താണ് ഈ പ്രൊസീജിയൽ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്? ഫസ്റ്റ്, the Indian constitution reflect the faith in political deliberation. We know that many group and interests were not adequately represented in the constituent assembly. പല ആളുകളും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിന്റെ ഭാഗമായിട്ടില്ല എന്നാണ് പറയുന്നത്. ബട്ട് ഒരുപാട് ഡിബേറ്റ്സ്, അസംബ്ലിയിൽ ഒരുപാട് ഡിബേറ്റ്സ് ഒക്കെ നടന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഓപ്പൺ എൻഡഡ് അപ്രോച്ച് ആയിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നത്. ദെൻ ദ വില്ലിംഗ്നെസ് ഓഫ് പീപ്പിൾ ടു മോഡിഫൈ ദ എക്സിസ്റ്റിംഗ് പ്രിഫറൻസ്. ഷോർട്ടിൽ നമ്മൾ പറയുകയാണെങ്കിൽ ടു ജസ്റ്റിഫൈ outcomes by reference not to self-interest but reasons. It shows that willingness to recognize creative value in difference and disagreement. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, കോംപ്രമൈസ് ആൻഡ് അക്കോമഡേഷൻ. ഈ ഒരു വാക്ക് പറയുന്നത് എന്താ വെച്ചാൽ ഷുഡ് ഓൾവേസ് ബി സീൻ വിത്ത് ഡിസപ്രൂവൽ, നോട്ട് ഓൾ കോംപ്രമൈസസ് ആർ ബാഡ്. നമുക്ക് എപ്പോഴും എന്താണ് ഒരുപാട് ഡിസപ്രൂവലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്താണ് എല്ലാ കോംപ്രമൈസും ഒരിക്കലും എന്താണ് ബാഡ് ആയിരിക്കില്ല. നോട്ട് ഓൾ കോംപ്രമൈസസ് ആർ ബാഡ് എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ. ഇനി ഇവിടെ നോക്കിക്കേ, കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്രിറ്റിസിസം വരുന്നുണ്ട്. അതിലൊന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ അൺവൈഡ്ലി വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്ക്, അതേപോലെ തന്നെ അൺറെപ്രസെന്റേറ്റീവ്സ് ആണ്, അതേപോലെ തന്നെ ഇതൊരു ദാറ്റ് ഈസ് ഏലിയൻ ടു അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതൊക്കെ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്രിറ്റിസിസം ആണ്. ഈ അൺവൈഡ്ലി എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതാണ് ഫസ്റ്റ് ക്രിറ്റിസിസം. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പാക്റ്റ് ആണ്, ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്ന ഒരു സംഭവമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ചെറുതല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മളെ റിട്ടേൺ ഡോക്യുമെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ആണ്. പല രാജ്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ആണ്, അൺറിട്ടേൺ ആണ്. പക്ഷെ നമ്മൾ എല്ലാ പ്രൊസീജിയേഴ്സും കൃത്യമായിട്ട് വരുന്ന ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയും കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യയുടേതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അത് അൺവൈഡ്ലി ആണ് പറയുന്നത് അല്ലേ. അതേപോലെ തന്നെ ഇന്ത്യയിൽ നമുക്ക് എന്താണ് ഒരുപാട് ആളുകളുണ്ട്, ഒരു സിംഗിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ആളുകളല്ല ഇന്ത്യയിലുള്ളത്. സോ ഇത്രയും ആളുകളെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതിന്റെ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒബ്വിയസ്ലി ഇത് ഡീറ്റെയിൽ ആയി പോകുന്നത് സ്വാഭാവികം മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഒരു ലാർജ് സൈസ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്, നമുക്കൊരു സിംഗിൾ ഡോക്യുമെന്റിലാണ് ഇതെല്ലാ കാര്യങ്ങളും കൊടുത്തത്. അതായത് ഒരു പാർട്ട്, 2 പാർട്ട്, 3 പാർട്ടുള്ള ഒറ്റ പാർട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലാർജ് സൈസിലാണ് നമുക്ക് ഉണ്ടായിരിക്കുക. പല കൺട്രീസിലും നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ, അതേപോലെ സിവിൽ സർവീസ് കമ്മീഷന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് വേറെ ഡോക്യുമെന്റ് ഒക്കെ, അതൊന്നും ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾക്കൊള്ളിക്കില്ല. പക്ഷെ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ. ഇനി നമ്മുടെ സെക്കൻഡ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ പല ആളുകൾക്കും ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ റെപ്രസെന്റ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ ചില ആളുകളുടെ ഒപ്പീനിയനും വോയിസും മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇത് തികച്ചും തെറ്റായിട്ടുള്ള ഒന്നാണ്. കാരണം കൃത്യമായിട്ട് ഇലക്ഷൻ നടന്നിട്ട് നമ്മളെ അന്ന് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന എല്ലാ ഗ്രൂപ്പിൽ നിന്നും ഓരോ റെപ്രസെന്റേറ്റീവിനെ കൊണ്ടുവന്നിട്ടായിരുന്നു നമ്മൾ എന്ത് നടത്തിയിട്ടുണ്ടായിരുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള എന്താന്നാ പറയുന്നത്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ പറയുന്നത്.
തേർഡ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഒബ്വിയസ്ലി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പല സ്ഥലങ്ങളിലും എന്താണ് കടമെടുത്തിട്ടുള്ളതാണ്. അത് എന്താണ് നല്ല കാര്യങ്ങൾ നമ്മൾ കാണുന്നത് വെസ്റ്റേൺ ആയാലും ആരായാലും എന്താ അവർ ഒരുപാട് നമ്മളെ വെള്ളക്കാർ ഉപദ്രവിച്ചിരിക്കുന്നു, ബ്രിട്ടീഷുകാർ. പക്ഷെ അവർ ചെയ്തതിൽ നല്ല കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ അത് അഡോപ്റ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പല കോൺസ്റ്റിറ്റ്യൂഷനും പല കാര്യങ്ങളും നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യും, ഇതൊക്കെ ഒട്ടിച്ച് ചേർത്ത് വെച്ചിട്ടുള്ളതെന്ന് പറയും. പക്ഷെ ആക്ച്വലി എന്താ നമ്മൾ ഒട്ടിച്ച് ചേർത്ത് വെച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്തു, അത്ര മാത്രമാണ്. അപ്പൊ നോക്കിക്കേ അടുത്തത് എന്താ പറയുന്നത് എന്നുള്ളത്. അടുത്തത് എന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ചേ. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ലിമിറ്റേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്താ, ഫസ്റ്റ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് സെൻട്രലൈസ്ഡ് ഐഡിയ ഓഫ് നാഷണൽ ഇക്വാലിറ്റി. അതിലാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ ജെൻഡർ ഇഷ്യൂസ്, അത് ഫാമിലിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഏതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും എന്താണ് അതിൽ കുറച്ച് എന്താണ് എല്ലാം നമ്മളെ ഒരു പെർഫെക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇറ്റ് ഈസ് നോട്ട് ക്ലിയർലി why in poor developing country certain basic social rights were related to section a directive principle rather than made integral features of our fundamental rights. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും ഇമ്പോർട്ടൻസും കാര്യങ്ങളും കൊടുക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. സോ ഏതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും അതിന് അതിൻ്റെതായുള്ള ചെറിയ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികം തന്നെയാണ്. അപ്പം നമ്മൾ ഈ സ്വാഭാവികം തന്നെയാണ്. അപ്പൊ ആ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ ഇന്ന് നമ്മൾ പഠിച്ച 2 ചാപ്റ്ററിനായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഒന്ന് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്, കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ് എന്ന ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിൻസിപ്പിളും നമ്മൾ പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.